വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ എനിക്ക് അധികാരമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഞാൻ കാട്ടിത്തരാം, എല്ലാത്തിനെയും ഞാൻ ഇവിടെ നിന്ന് ഇറക്കും, നീ അങ്ങോട്ട് പാടി, നിനക്ക് ബാക്കി ഞാൻ അവിടെ വച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പിന്നെ സത്യഭാമയോട് പിന്നെ നസീർ പറഞ്ഞതിന് ശേഷം ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. പോകാൻ നേരം നൂറിൻ്റെ സ്കൂട്ടിയിലേക്ക് ശക്തിയായിട്ടൊരു അടിയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ദേഷ്യപ്പെട്ട് പോകുന്നത്. അന്നേരമാണെങ്കിൽ സത്യാമ്മേ സോറി, ഞാൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ആരോട് എന്ത് പറയണമെന്നും അറിയില്ല, അതൊരു ദുഷ്ടനാണ്, ഞാൻ ചെല്ലട്ടെ, എനിക്കിന്ന് ശരിക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ആകെ വിഷമിച്ച് നൂറും പുറകെ സ്കൂട്ടി എടുത്ത് പോകുന്നുണ്ട്. അന്നേരം പിള്ള ചോദിക്കുന്നുണ്ട്, ഇത് സത്യാമ്മ എന്നിങ്ങനെ പറയുമ്പോൾ ഈ കുട്ടിയുടെ ജീവൻ ആ ദുഷ്ടൻ്റെ കയ്യിൽ കൊടുക്കല്ലേ ഈശ്വര എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഭാമയും നിൽക്കുന്നുണ്ട്. ഇതേസമയം അവിടെ സത്യഭാമയുടെ വീട്ടിൽ ചന്ദ്രബോസും സുസ്മിതയും പിന്നെ രോഹിത്തും കൂടി അവിടെ ഹാളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അവർ മദ്യമൊക്കെ ഒഴിക്കുന്നുണ്ട്. രോഹിത്തിന് സുസ്മിത ഒഴിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവനെ നിങ്ങളെ പെടുത്തിയതാണല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഇതിൻ്റെ ഈ ബുദ്ധി എൻ്റെ 6 അടി പൊക്കത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന ചിറ്റമ്പൻ്റേതാണ്, അവനെ പെടുത്തിയത് തന്നെയാണ് എന്ന് പറയുമ്പോഴാണ് രോഹിത്ത് ഈ സംഭവം അറിയുന്നത്. അതുവരെ ലെവലില്ലാതെയൊക്കെ നടന്നിരുന്നല്ലോ. അന്നേരം ഈ സമയത്ത് ഇവരുടെ ഈ സംസാരമൊക്കെ കേട്ടുകൊണ്ട് മുകളിൽ ശ്യാമ നിൽക്കുന്നുണ്ട്. അന്നേരം ഇനി അവനെ ഒളിച്ചിരിക്കുന്നിടത്തുനിന്ന് കണ്ടെത്തണം. സെൻട്രൽ ജയിലിൽ നല്ല പിന്നെ പണി അറിയാവുന്ന പിള്ളേരുണ്ട്, അവരുടെ കൂട്ടത്തിലേക്ക് ഇവനെ ഇട്ട് കൊടുത്താൽ പഴമ്പായയിൽ പൊതിഞ്ഞെടുക്കുന്ന രൂപത്തിലാക്കി എടുക്കും. അതിനിപ്പോൾ എന്താ വഴി എന്നിങ്ങനെ ചിറ്റപ്പൻ്റെ പോലീസുകാരെയും കൊണ്ട് അന്വേഷിച്ച് ഇറങ്ങുക എന്നൊക്കെ ഈ സുസ്മിത പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ ചന്ദ്രബോസ് പറയുന്നുണ്ട്, പക്ഷേ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലും ഈ കളക്ടറോട് കൂറുള്ള കുറേ എണ്ണമുണ്ട്, എന്തെങ്കിലും ഒന്ന് അനങ്ങിയാൽ ഉടനെ വിളിച്ചറിയിക്കും, എല്ലാത്തിനും ഞാൻ ഓരോന്നോരോന്നായി വച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ മുകളിൽ നിന്ന് കേൾക്കുന്ന ശ്യാമയാണെങ്കിൽ ഇതൊക്കെ കേട്ടുകൊണ്ടിട്ട് ശാരദാമ്മയെ ഫോൺ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഫോണാണെങ്കിൽ ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടലിനകത്തിരിക്കുകയാണ്. ശാരദാമ്മ വീട്ടിലൊക്കെ എങ്ങോട്ടോ പോയിരിക്കുന്നതുകൊണ്ട് ബെല്ലടിക്കുന്നതുകൊണ്ട് ഫോണും എടുക്കുന്നില്ല. വീണ്ടും ശ്യാമ വിളിക്കാൻ വിളിക്കുന്നുണ്ട്, പക്ഷേ ശാരദാമ്മയെ ഫോണിൽ കിട്ടുന്നില്ല. തുടർന്ന് ഇവരിവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവനെ പുകച്ച് പുറത്ത് ചാടിക്കാനായിട്ട് എന്താണ് വഴി ചിറ്റപ്പാന്ന് ഇങ്ങനെ സുസ്മിത ചോദിക്കുമ്പോൾ അവന് ഗുണ്ട എന്നുള്ളൊരു ഭാവം ഉണ്ടായിരുന്നു, അതെന്തായാലും അങ്ങ് പോയി കിട്ടി. പിന്നെ അവൻ്റെ കൂടെ കുറേ നാളെ നടന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്, അവന് വേണ്ടപ്പെട്ടവർക്ക് എനിക്കായാലും എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ അവൻ വെറുതെ ഇരിക്കില്ല, എന്നെ പെടുത്തിയവരെ അവൻ വന്ന് പകരം ചോദിക്കുകയൊക്കെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ വിഷ്ണുവിനെ കുറിച്ച് പ്രശംസിച്ച് പറയുമ്പോൾ സുസ്മിതയ്ക്ക് ദേഷ്യം വരികയാണ്. അന്നേരം സുസ്മിത ചോദിക്കുന്നുണ്ട്, നീ അവനെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണോ? അന്നേരം അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, അവന് വായിക്കരിടാനായിട്ട് പച്ചരിയും പൂവും ഒക്കെ ആയിട്ടിരിക്കുന്ന ഞാൻ എന്തിന് അവനെ വാഴ്ത്തപ്പെട്ടവനാക്കണം? ഞാൻ അവനെ കുരുക്കാനുള്ള പുറത്ത് കൊണ്ടുവരാനുള്ള ഒരു ഐഡിയയാണ്, തന്ത്രമാണ് പറഞ്ഞതെന്ന് പറയുകയാണ്. അതായത് രോഹിത്തിനൊരു ആപത്ത് വന്നാലും ഈ വിഷ്ണു അകത്ത് നിൽക്കില്ല, വെളിയിലേക്ക് ഇറങ്ങി വരുമെന്നാണ് അവിടെ രോഹിത്ത് ഉദ്ദേശിച്ചത്. പിന്നീട് അത് സുസ്മിതയ്ക്കും ചന്ദ്രബോസിനും മനസ്സിലാവുകയും ചെയ്തു. അതേസമയം തുടർന്ന് അവർ മദ്യമൊക്കെ ഒഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ശ്യാമയാണെങ്കിൽ മുകളിൽ നിന്ന് ചോദിക്കുകയാണ്, അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടിയാണല്ലേ വിഷ്ണുവേട്ടൻ്റെ വണ്ടിയിൽ സ്പിരിറ്റ് വെച്ചതെന്ന്. അന്നേരമാണ് ഇവർ 3 പേരും മുകളിലേക്ക് നോക്കുന്നതും ശ്യാമ കേട്ടു എന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുന്നു. തുടർന്ന് ശ്യാമയാണെങ്കിൽ താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ ഒരു ചതി ആരോട് ചെയ്യരുത് രോഹിത്തെ എന്ന് പറയുമ്പോൾ നീ മിണ്ടാതിരിക്കടി എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഞാൻ മിണ്ടാതിരിക്കില്ല, ഞങ്ങൾ പറയുന്ന എല്ലാം ഞാൻ കേട്ടു, ഞാനിത് എല്ലാവരോടും വിളിച്ച് അറിയിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ശ്യാമ വീണ്ടും ശാരദാമ്മയെ തന്നെയാണ് ഫോൺ ചെയ്യുന്നത്. അന്നേരം സുസ്മിത രോഹിത്തെ എന്നിങ്ങനെ വിളിക്കുകയാണ്. പെട്ടെന്ന് ആ മദ്യ ഗ്ലാസ്സൊക്കെ അവിടെ വെച്ചിട്ട് രോഹിത്ത് പെട്ടെന്ന് നിന്നോട് വിളിക്കരുതെന്നല്ലേടി പറഞ്ഞതെന്നും പറഞ്ഞ് ഇങ്ങി താടിയെന്നും പറഞ്ഞ് ഫോൺ അങ്ങ് പിടിച്ച് വാങ്ങിക്കുകയാണ്. ശ്യാമയുടെ കയ്യിൽ നിന്നും പിടിച്ച് വാങ്ങുന്നുണ്ട്. അന്നേരം പിന്നെ നീ ഇതെല്ലാം ഒളിച്ചതെന്ന് കേട്ടിട്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണല്ലേ എന്ന് പറഞ്ഞിട്ട് ഇനി നീ ശബ്ദിച്ചു പോരുതെന്ന് പറഞ്ഞിട്ട് ശ്യാമയുടെ കരണം നോക്കി രോഹിത്ത് ഒന്ന് പൊട്ടിക്കുകയാണ്. അത് ചന്ദ്രബോസും സുസ്മിതയും ഒക്കെ ഇരുന്ന് ആസ്വദിച്ച് കാണുകയാണ്. അതെന്നാൽ ഇത് കണ്ടുകൊണ്ട് മുകളിൽ നിന്നും പപ്പി ഇത് കാണുന്നുണ്ട്. അയ്യോ അച്ഛൻ അമ്മയെ തല്ലല്ലേ എന്ന് പറയുമ്പോൾ ഇവിടെ തല്ലാനല്ല ഞാൻ കൊല്ലുകയാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ശ്യാമയെ പിടിച്ച് വലിച്ചു കൊണ്ട് മുകളിലേക്ക് കയറി പോവുകയാണ്. അന്നേരം മുകളിൽ നിൽക്കുന്ന പപ്പിയാണെങ്കിൽ അയ്യോ അമ്മയൊന്നും ചെയ്യില്ലേ, വിടുന്നൊക്കെ പറയുന്നുണ്ട്. തുടർന്ന് പപ്പിയാണെങ്കിൽ പെട്ടെന്ന് ശ്യാമയെ അങ്ങ് പിടിക്കുന്നുണ്ട്. ഇവരോടൊപ്പം പപ്പി അങ്ങ് അകത്തേക്ക് പോവുകയാണ്. രോഹിത്ത് പിടിച്ച് വലിച്ച് ശ്യാമയെ കൊണ്ടുപോയി ആ റൂമിലങ്ങ് ഭിത്തിയിലേക്ക് അങ്ങ് എറിയുകയാണ്. ഇനി നീ ഇവിടെ കിടന്നാൽ മതി, നിന്നെ രക്ഷിക്കാൻ വരുന്നത് ആരാണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിൻ്റെ ഈ ഫോണല്ലേ എല്ലാത്തിനും പ്രശ്നം എന്ന് പറഞ്ഞ് ഇതിന് എൻ്റെ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ രോഹിത്തിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുന്നുണ്ട്. തുടർന്ന് അങ്ങ് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. ശ്യാമയും പപ്പിയും കൂടി പുറകെ വരുന്നെങ്കിലും രോഹിത്ത് പെട്ടെന്ന് അങ്ങ് വാതിലങ്ങ് അടച്ച് പൂട്ടുകയാണ്, ലോക്ക് ചെയ്യുന്നുണ്ട്. അന്നേരം രോഹിത്തെ തുറക്കുന്നൊക്കെ ശ്യാമ അകത്തുനിന്ന് വിളിക്കുന്നുണ്ട്, അച്ഛാ തുറക്കുന്നൊക്കെ പപ്പിയും വിളിക്കുകയാണ്. പക്ഷെ രോഹിത്ത് ആകപ്പാടെയും കലിപ്പിലാണ്. തുടർന്ന് വെളിയിറങ്ങിയിട്ട് ഫോണിൽ ആരെയാണ് വിളിച്ചതെന്ന് നോക്കുന്നുണ്ട്. അന്നേരം ശാരദാമ്മയാണെന്ന് രോഹിത്ത് അറിയുന്നുണ്ട്. മുകളിൽ നിന്ന് തന്നെ രോഹിത്ത് പറയുന്നുണ്ട്, അവൾ ശാരദാമ്മയാണ് വിളിച്ചത്, ചോറ് ഇവിടെയും അവൾക്ക് കൂറ് അവിടെയുമാണ്, ഇനി അവൾ അവിടെ കിടക്കട്ടെ എന്ന് പറയുകയാണ്. അന്നേരം ഇവൻ നമ്മൾ വിചാരിച്ച പോലല്ലേ ഇവനാൾ കൊള്ളാമല്ലോ എന്നിങ്ങനെ ചന്ദ്രബോസ് പറയുന്നുണ്ട്. സുസ്മിത അത് കേട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്.
തുടർന്ന് ഇവരിങ്ങനെ വാതിലിങ്ങനെ തട്ടി തട്ടി തുറക്കാനായിട്ട് വിളിക്കുമ്പോൾ നിന്റെ ശബ്ദം ഇനി പുറത്ത് കേൾക്കരുത് എന്നിങ്ങനെ രോഹിത് പറയുകയാണ്. ഈ സമയത്ത് അവിടെ ശാരദാമ്മയാണെങ്കിൽ ദോശ ഉണ്ടാക്കാൻ വീട്ടിലേക്ക് പോയതാണ്. അതൊക്കെ കൊണ്ട് തിരികെ വരുമ്പോൾ ഫോൺ നോക്കുന്നുണ്ട്. എന്നിട്ട് ശ്യാമ വിളിച്ചിരുന്നല്ലോ എന്ന് തിരിച്ച് വിളിക്കുകയാണ്. ഞാൻ ദോശ ഉണ്ടാക്കാൻ പോയപ്പോഴായിരിക്കും എന്ന് പറഞ്ഞിട്ട് തിരിച്ച് വിളിക്കുന്നുണ്ട്. പക്ഷേ ബെല്ല് പെട്ടെന്ന് രോഹിത്തിൻ്റെ കയ്യിലിരുന്ന് ബെല്ല് ശ്യാമയകത്തുനിന്ന് കേൾക്കുന്നുണ്ട്. അന്നേരം രോഹിത് അമ്മയായിരിക്കും ഫോൺ ഇങ്ങിതാന്ന് പറയുമ്പോൾ നിന്നോട് മിണ്ടാതിരിക്കാനല്ലേടി പറഞ്ഞു, നിന്റെ ശബ്ദം ഇനി പുറത്ത് കേൾക്കരുതെന്ന് പറഞ്ഞിട്ട് രോഹിത് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. വീണ്ടും ശാരദാമ്മ വിളിക്കുമ്പോൾ രോഹിത് വീണ്ടും കട്ട് ചെയ്യുകയാണ്. അന്നേരമാണെങ്കിൽ ഇവൾ കട്ട് ചെയ്യുകയാണല്ലോ, തുടരെ തുടരെ എന്തോ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് സന്തോഷിച്ച് അവിടെ സുസ്മിതയും ചന്ദ്രബോസും ഇരിക്കുകയാണ്. ഇതേ സമയം വിഷ്ണുവും ശാലിനിയും കമലിനും കൂടി ഇവർ കാറിലിങ്ങനെ പോകുന്നുണ്ട്. അന്നേരം കാറിലിരുന്ന് ശാലിനി പറയുന്നുണ്ട്, നിങ്ങൾ ഫ്രൂട്ട്സ് എടുത്തിട്ട് തിരിച്ചു വന്ന ആ വഴിയിലൂടെ നമ്മൾ വീണ്ടും അവിടെ നിന്ന് ഇങ്ങോട്ടത്തേക്ക് തിരിച്ചു വരികയാണ്. എന്തെങ്കിലും സംശയാസ്പദമായ എന്തെങ്കിലും സാഹചര്യങ്ങൾ എവിടെയൊക്കെ വണ്ടി നിർത്തി എവിടെയൊക്കെ പിന്നെ കുറച്ച് നേരം ട്രാഫിക്കിലോ ബ്ലോക്കിലോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും കണ്ടെത്താമെന്ന് പറയുകയാണ്. അന്നേരം അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലത്തൊന്നും ഞങ്ങൾ നിർത്തിയില്ല, ഇടയ്ക്ക് ചായ കുടിക്കാനൊക്കെ നിർത്തി, അല്ലാതെ വേറെ അങ്ങ് നിർത്തിയില്ല എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. വിഷ്ണുവിന് ആകപ്പാടെ ഒരു വിശ്വാസമില്ല. പക്ഷേ ശാലിനിക്കാണെങ്കിൽ നല്ല ആത്മവിശ്വാസമുണ്ട്. ശാലിനി പറയുകയാണ്, ബ്ലോക്കിൽ പെടുകയോ ഏതെങ്കിലും റാലിയോ ജാഥയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ഓർത്ത് വെച്ചേരാം, അല്ലാതെ പിന്നെ നമ്മളിങ്ങനെ പിന്നെ എവിടെ നിന്നാണ് സ്പിരിറ്റ് വെച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടെത്തുമെന്ന് പറയുമ്പോൾ സ്പിരിറ്റ് വെച്ചത് ചന്ദ്രബോസ് ആണെങ്കിൽ, ചന്ദ്രബോസിൻ്റെ ഗുണ്ടകളാണെങ്കിൽ അവർ അതിനേക്കാൾ മിടുക്കന്മാരായിരിക്കും എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. എന്നാലും അതിനൊരു സാധ്യതയുണ്ടല്ലോ, നമുക്ക് അത് വെച്ചത് ആരാണെന്നോ തെളിവോ വിറ്റ്നസ്സോ ഒന്നുമില്ല, അത് ഒരാൾ എന്നുള്ളത് മാത്രം. നമ്മളിങ്ങനെ യാത്ര തിരിക്കുമ്പോൾ 99% ചിലപ്പോൾ പരാജയമായിരിക്കാം, പക്ഷേ ആ 1% വിജയമുണ്ട്. അതിലേക്ക് നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എഫർട്ട് എടുക്കുന്നത്. അതെന്തായാലും പിന്നെ ലക്ഷ്യത്തിലെത്തും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്നിങ്ങനെ പറയുമ്പോൾ സംശയാസ്പദമായിട്ട് എന്തെങ്കിലും വാഹനം നിർത്തിയിടേണ്ടി വന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ ഓർത്ത് വെച്ചേക്കുക എന്ന് കമലിനോടും പറയുന്നുണ്ട്. തുടർന്ന് അങ്ങോട്ടത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഒരു കട എത്തുമ്പോൾ കമലം പറയുന്നുണ്ട്, നമ്മൾ ആ കടയുടെ മുമ്പിൽ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തു, തുടർന്ന് അവിടെ നിർത്തുന്നുണ്ട്. പക്ഷേ അവിടെ പ്രത്യേകിച്ച് സംഭവമൊന്നും ഉണ്ടായില്ല, നമ്മൾ ലോറിയിലിരുന്ന് തന്നെയാണ് ജ്യൂസ് കുടിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നേരം ശരി നമുക്ക് വീണ്ടും യാത്ര തുടരാമെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് തിരിക്കുന്നുണ്ട്. വിഷ്ണുവിൻ്റെ ആ ഒരു വിശ്വാസം ഇല്ലായ്മയെ പക്ഷേ ശാലിനി നല്ലതുപോലെ ധൈര്യം കൊടുത്താണ് ഇവർ കണ്ടെത്തുമെന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് ശാലിനി മുന്നോട്ട് പോകുന്നത്. ഇതേ സമയം വിഷമിച്ച് നിൽക്കുന്ന ശാരദാമ്മയാണെങ്കിൽ ശാലിനി ഒന്ന് വിളിക്കാമെന്ന് പറഞ്ഞ് ശാലിനിയെ ഫോൺ ചെയ്യുന്നുണ്ട്. തുടർന്ന് പറയമ്മയെന്ന് പറയുമ്പോൾ ശ്യാമ വിളിച്ചിരുന്നു, അവളുടെ കോൾ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല, പക്ഷേ ഞാൻ തിരിച്ച് വിളിച്ചപ്പോൾ കട്ട് ചെയ്യുകയാണ്, എന്തോ കുഴപ്പമുണ്ട് എന്ന് പറയുമ്പോൾ അമ്മേ ഞാനൊരു യാത്രയിലാണ്, കുഴപ്പം പിടിച്ചൊരു യാത്രയാണ്, എന്തായാലും ഞാൻ ശ്യാമയൊന്ന് വിളിക്കാം, അതുപോലെയും ചോദിക്കുമ്പോൾ മതി എന്ന് പറഞ്ഞിട്ട് എൻ്റെ കുഞ്ഞുങ്ങളെ കാത്തോളണം എന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മ അവിടെ നിൽക്കുന്നുണ്ട്. തുടർന്ന് ശാലിനിയാണെങ്കിൽ വിഷ്ണുവും കമലിനും ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ സംസാരം പറയുന്നുണ്ട്, അമ്മയാണ് വിളിച്ചത്, ശ്യാമയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്ന്, അവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് ശാലിനി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട്. തുടർന്ന് വണ്ടി ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് കമലിനാണെങ്കിൽ വണ്ടി നിർത്താൻ പറയുന്നുണ്ട്. ആശാനെ വണ്ടി നിർത്ത്, ആ പെണ്ണിനെ ശ്രദ്ധിച്ചോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അവിടെയാണെങ്കിൽ ഒരു ഒഴിഞ്ഞ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു സ്ത്രീ ആണെങ്കിൽ കുഞ്ഞിനെ ഇങ്ങനെ മുടി കെട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. അന്നേരം പെണ്ണോ എന്താടാന്നൊക്കെ ചോദിക്കുമ്പോൾ കമലം പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അതെ, ഈ ടെസ്റ്റ് ഇവിടെ നിന്നാണോ സംഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അന്നേരം ടെസ്റ്റോ ആശാൻ ആ പെണ്ണിനെ നോക്ക് എന്ന് പറയുകയാണ്. അന്നേരം എന്താണ് ആ പെണ്ണ് ഗർഭിണിയല്ല എന്ന് പറയുകയാണ്. അന്നേരം കമലൻ ഈ പെണ്ണിനെ ആണെങ്കിൽ അടിമുടി നോക്കുന്നുണ്ട്, വയറൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അന്നേരം ഗർഭിണിയല്ലെന്നോ എന്താടാന്ന്. അന്നേരം ആശാൻ ഓർമ്മയില്ലേ അന്ന് ആ പാലത്തിൻ്റെ അവിടെ വെച്ച് ഈ പെണ്ണും പിന്നെ ഒരു കുട്ടിയും കൂടി നമ്മുടെ വണ്ടിയുടെ മുന്നിൽ ചാടി, അന്ന് ഗർഭിണിയായിരുന്നു, പക്ഷേ ഇപ്പോൾ ഗർഭിണിയല്ല എന്ന് പറയുമ്പോൾ അന്നേരം 8 മാസം തോന്നിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ എടാ അത് ചിലപ്പോൾ പ്രസവിച്ചു കാണുമെന്ന് പറയുമ്പോൾ എന്നാലും എങ്കിൽ പിന്നെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ എണീറ്റ് നടക്കാൻ നോക്കുമോ, ആശാൻ ഒന്ന് നോക്കിക്കേ എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനിയും പറയുന്നുണ്ട്, വിഷ്ണുട്ട് അതിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്ന്. തുടർന്നാണെങ്കിൽ വിഷ്ണു ഇങ്ങനെ ഈ പെണ്ണിനെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. വിഷ്ണു ആർക്കും മുഖം കൊടുക്കാതെയാണ് വണ്ടി ഓടിക്കുന്നത്, അതുകൊണ്ടാണ് വെളിയിലോട്ട് നോക്കാനൊക്കെ ഒരു ഇത്. പക്ഷേ പെട്ടെന്ന് വിഷ്ണു ഈ പെണ്ണിനെയും കുട്ടിയെയും ശ്രദ്ധിക്കുമ്പോൾ വിഷ്ണുവിന് ആ ഓർമ്മ വരുന്നുണ്ട്, ആ വണ്ടിക്ക് മുന്നിൽ ഇങ്ങനെ ചാടി ഗർഭിണിയായ സ്ത്രീ, അന്ന് വയറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ പ്രശ്നമൊന്നും ഇല്ലാതെ നിൽക്കുന്നു. അന്നേരം അപ്പോൾ ഇവൾ പ്രസവിച്ചത് തന്നെയാണ്, സുഖപ്രസവമാണോ എന്ന് നമുക്കൊന്ന് ചോദിച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ശാലിനിയും വിഷ്ണുവും കമല നേരത്തെ ഇറങ്ങി എല്ലാവരും കൂടി ഇവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. തുടർന്ന് അവരാണെങ്കിൽ ഇവർ 3 പേരും കൂടി ഇവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇവരിങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വിഷ്ണു ആണെങ്കിൽ പെട്ടെന്ന് ആ മുഖത്തെ ആ മങ്കി ക്യാപ്പ് അങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ട് ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, പ്രസവമൊക്കെ കഴിഞ്ഞോ? പിന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ചേച്ചിയുടെ പ്രസവത്തിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കി വെച്ചിട്ട് ഇതേ കാറും കൊണ്ടാണ് വന്നിരിക്കുന്നത്, ഏത് ഹോസ്പിറ്റലിലാണ് പ്രസവിച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. തുടർന്ന് ഇവരാണെങ്കിൽ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, ഞങ്ങളെ മനസ്സിലായില്ല എന്ന് മാത്രം പറയരുത്, അതിൻ്റെ ഒരു ഞെട്ടൽ ഇതേ മുഖത്ത് കാണാനുണ്ട് എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. അന്നേരം പെട്ടെന്നാണെങ്കിൽ മോളെ
ഓടിക്കൂ എന്നിങ്ങനെ ഈ സ്ത്രീ പറയുമ്പോൾ രണ്ടുപേരുടെ ഓടാനായിട്ട് പോകുമ്പോൾ കമല എന്നിങ്ങനെ വിഷ്ണു വിളിക്കുന്നുണ്ട്. വിഷ്ണു ആദ്യം വിളിക്കുന്നില്ല. ഈ സ്ത്രീ ഓടാനായിട്ട് പോകുമ്പോൾ പെട്ടെന്ന് ശാലിനിയാണെങ്കിൽ ഇവരെ ഇങ്ങനെ പിടിച്ച് അങ്ങോട്ട് തള്ളുകയാണ്. ഞാൻ ശാലിനി വിഷ്ണു, ജില്ലാ കളക്ടറാണ്, കൂടുതൽ വിളച്ചിൽ കാണിച്ചാൽ തൂക്കിയെടുത്ത് അകത്തിടും എന്നിങ്ങനെ പറയുകയാണ്. എന്തിനാ നിങ്ങൾ അന്ന് വിഷ്ണുവേട്ടനെ ലോറിക്ക് മുന്നിൽ ചാടിയത്, എന്തിനാ ഗർഭിണിയായിട്ട് അഭിനയിച്ചത് എന്നിങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ വീണ്ടും ഇവരാണെങ്കിൽ ഇങ്ങനെ പരിഭ്രമിച്ച് തന്നെ നിൽക്കുന്നുണ്ട്. മോളെ ഓടിക്കുമെന്ന് പറയുകയാണ്. അന്നേരം കമല എന്ന് വിഷ്ണു വിളിക്കുമ്പോൾ കമലം പെട്ടെന്ന് ഈ കുട്ടിയെ പിടിക്കുന്നുണ്ട്. ശാലിനിയാണെങ്കിൽ വീണ്ടും ഇവരെ ഇങ്ങോട്ട് വലിച്ചങ്ങോട്ട് എറിയുകയാണ്. അന്നേരം ഓടാനായിട്ട് ശ്രമിക്കണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരമാണ് വിഷ്ണു പറയുന്നത്, എന്തേ ഓടുന്നില്ലേ, ഓടിയാലേ കുട്ടിയെ ഞങ്ങൾ സ്റ്റേഷനിൽ എത്തിച്ചേക്കാം എന്ന് പറയുന്നുണ്ട്. തുടർന്നാണ് ശാലിനി ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. എന്താ നിങ്ങളുടെ പേര് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഉഷ എന്നിങ്ങനെ പറയുന്നുണ്ട്. മര്യാദയ്ക്ക് പറഞ്ഞോ, ഇല്ലെങ്കിൽ ഇനി നിന്നെ ചോദ്യം ചെയ്യുന്നത് പോലീസായിരിക്കും എന്നിങ്ങനെ ശാലിനി ആ ഒരു ഭീഷണിപ്പെടുത്തുമ്പോൾ ഈ കുട്ടിയും സ്ത്രീയും പേടിച്ച് നിൽക്കുകയാണ്. അന്നേരം ഞാൻ എല്ലാം പറയാമെന്ന് ഈ സ്ത്രീ പറയുന്നുണ്ട്. തുടർന്ന് നടന്ന സംഭവങ്ങളൊക്കെ പറയുകയാണ്. വിഷ്ണുവും കമലിനും കൂടി ഇങ്ങനെ ലോഡും കയറ്റി വന്നുകൊണ്ടിരിക്കുമ്പോൾ കമലൻ ചോദിക്കുന്നുണ്ട്, ഈ ഫ്രൂട്ട്സൊക്കെ ഇനി 2-3 കൈമറിഞ്ഞല്ലേ ആളുകൾക്ക് എത്തത്തുള്ളൂ, അപ്പോൾ ഇതൊന്നും കേടാകില്ലേന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ഫ്രൂട്ട്സിനും പച്ചക്കറിക്കും ഒക്കെ ഒരു അമരത്വം എന്നുള്ള വരം കിട്ടിയിട്ടുണ്ട്. അതിലൊന്നും ഒരു പുഴു പോലും ഈച്ച പോലും കൊത്തില്ല. അവരൊക്കെ എടുക്കുന്ന മുൻകരുതൽ നമ്മൾ മനുഷ്യന്മാർ പോലും എടുക്കില്ല എന്നൊക്കെ ഇങ്ങനെ ഓരോന്നും ആധികാരികമായിട്ട് വിഷ്ണു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കമലൻ പറയണോ അങ്ങനെയൊക്കെ ഉണ്ടോ, ആശാനൊരു സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഒന്നുമില്ലെങ്കിൽ ഞാനൊരു കളക്ടറുടെ ഭർത്താവല്ലേടാന്നൊക്കെ ഇങ്ങനെ ഇവർ ചിരിച്ച് കളിച്ച് സംസാരിച്ച് വരുമ്പോഴാണ് ഈ സ്ത്രീ ഇങ്ങനെ ഗർഭിണിയായിട്ട് ഇങ്ങനെ വയറൊക്കെ വെച്ച് കെട്ടി ഗർഭിണി എന്നാണ് തോന്നിക്കുന്നത്. ഈ പെൺകുട്ടിയും കൂടി ഇങ്ങനെ നടന്നു വരുമ്പോൾ പെട്ടെന്ന് ഈ വിഷ്ണുവിൻ്റെ വണ്ടിയുടെ മുമ്പിലേക്ക് അവരിങ്ങനെ നടന്നു പോകുമ്പോൾ നോക്കാതെ അങ്ങ് ക്രോസ് ചെയ്യുകയാണ്. അന്നേരം വിഷ്ണു ശ്രദ്ധിക്കുന്നില്ല. പെട്ടെന്ന് വിഷ്ണു ബ്രേക്ക് പിടിക്കുന്നുണ്ട്. ഇവർ ഈ വണ്ടിയുടെ മുമ്പിൽ അങ്ങ് വീഴുകയാണ്. അന്നേരം അയ്യോ കമല എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ചാടി ഇറങ്ങുമ്പോഴാണ് ഈ വിഷ്ണു കാണുന്നത് ഇതൊരു ഗർഭിണിയായ സ്ത്രീയാണെന്നുള്ളതും. കുട്ടി ഇങ്ങനെ അടുത്ത് നിൽക്കുന്നു, വലിയ പെൺകുട്ടി അടുത്ത് നിൽക്കുന്നു. അന്നേരം അയ്യോ നമുക്ക് വണ്ടിയിൽ ക്ലിനിക്കിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എൻ്റെ ഒരു അശ്രദ്ധ കൊണ്ടല്ലേ, ഞാൻ നോക്കി ക്രോസ് ചെയ്യണമായിരുന്നു എന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അന്നേരം അല്ല, ഈ അവസ്ഥയിൽ വീഴാനൊന്നും പാടില്ല എന്ന് വിഷ്ണുവും കമലിനും ആകെ വിഷമിക്കുകയാണ്. ഇവരുടെ അവസ്ഥ കണ്ടിട്ട് വയറൊക്കെ പിടിച്ച് വേദന പോലെയൊക്കെ ഇങ്ങോട്ട് അഭിനയിക്കുകയാണ്. അന്നേരം വേണ്ട, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തന്നാൽ മതി എന്നിങ്ങനെ വിഷ്ണുവിനോട് ഈ സ്ത്രീ പറയുമ്പോൾ കമല വെള്ളം എടുക്കുമെന്ന് പറയുമ്പോൾ കമല വെള്ളം എടുത്ത് ഈ സ്ത്രീക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം അവിടെ അങ്ങനെ ഒരു സ്റ്റേ ആയിട്ട് നിൽക്കുന്നുണ്ട്. വിഷ്ണുവും കമലും വേറൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഈ സ്ത്രീയെയും കുട്ടിയെയും മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. ആ ഒരു സംഭവമാണ് ഇവരോട് പറയുന്നത്. അന്നേരം ശാലിനി ഇത് കേട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത്രയും എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഈ സമയത്തിനുള്ളിലാണ് ചന്ദ്രബോസിൻ്റെ ഗുണ്ടകൾ ഈ വണ്ടിയിൽ സ്പിരിറ്റ് വെച്ചത്. അപ്പോൾ അതിന് ഈ സ്ത്രീക്ക് അറിയാമോ, അതിന് എന്താണ് എന്നുള്ളതൊക്കെയാണ് അടുത്ത എപ്പിസോഡിൽ. എന്തായാലും ഈ ഒരു യാത്രയിൽ ശാലിനി സത്യം തെളിയിക്കുക തന്നെ ചെയ്യും. അത് നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.